പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ജീവന്റെ അപ്പമായ യേശുവേ, ഇന്നേ ദിനം ഇതാ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ ദിനവും പുതുതായ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നേ ദിവസം അവിടുത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ ബലിയർപ്പണങ്ങൾ ശരിയായ അനുതാപമോ ഒരുക്കമോ ഇല്ലാത്തതായിരുന്നുവെങ്കിൽ ഈശോയെ ആത്മാർത്ഥമായി അനുതപിച്ചൊരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവോസ്തിരൂപനായ അവിടുത്തെ മുൻപിൽ വിശുദ്ധിയില്ലാതെ, സ്നേഹമില്ലാതെ, വേണ്ടവിധം അനുതാപമില്ലാതെ ഞങ്ങൾ ആയിരുന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, മറ്റുള്ളവരോട് അനുരഞ്ജനത്തിലല്ലാതെ വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിനെയോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പരസ്നേഹമില്ലായ്മയിൽ അവിടുന്ന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകാം. ഈശോയെ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവായ ദൈവമേ, വിശുദ്ധ കുർബാനയ്ക്കെതിരെ നടത്തുന്ന എല്ലാത്തരം നിന്ദനങ്ങളെയും സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി നടക്കുന്ന ബലിയർപ്പണങ്ങളെയും ബ്ലാക്ക് മാസ് പോലുള്ള പൈശാചിക ആരാധനകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ദൈവമേ, ഇത്തരം പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങേ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ആഴമായ പാപബോധവും മാനസാന്തരവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയെ ഇതുവരെ അറിയാതെ ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴമറിയുവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശുദ്ധ കുർബാനയോടുള്ള ആഴമായ ഭക്തിയും വിശ്വാസവും ജീവിതാവസാനം വരെ ഞങ്ങളിൽ നിലനിൽക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിനായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയതുപോലെ ഞങ്ങളുടെ ഓരോ ബലിയർപ്പണവും ഒരുക്കമുള്ളതായി മാറുവാൻ കനിയണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ബലിയർപ്പണങ്ങൾ സജീവവും ജീവദായകവുമായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, മാതൃസ്നേഹം ആർദ്രതയുടെയും അനുകമ്പയുടെയും ഒഴിച്ചുകൂടാനാവാത്ത സ്രോതസ്സായ സ്വർഗീയ മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെയും ആവശ്യങ്ങളുടെയും കാലത്ത് ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ അമ്മ എന്ന നിലയിൽ അമ്മയുടെ കഴിവിൽ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കുന്നതിൽ അമ്മ വഹിക്കുന്ന ശക്തമായ പങ്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന സങ്കീർണമായ കുരുക്കുകൾക്ക് മുൻപിൽ അമ്മയുടെ എല്ലാ മക്കളെയും അനന്തമായ ദയയോടെ സ്വീകരിക്കുന്ന സ്നേഹനിധിയായ കരുണയുള്ള അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്നുണ്ടെന്ന് അമ്മ തിരിച്ചറിയുന്നുവല്ലോ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ തടവിലാക്കുകയും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുകയും ചെയ്യുന്ന എല്ലാ കുരുക്കുകളും
അമ്മയുടെ മൃദുലമായ കൈകളാൽ സ്പർശിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. സ്വർഗത്തിലെ ഏറ്റവും പരിശുദ്ധ മറിയമേ, ദൈവിക സിംഹാസനത്തിനു മുൻപിൽ ഞങ്ങളുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു. അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനുമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ദൈവസ്നേഹം പൂർണ്ണമായി അനുഭവിക്കുന്നതിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായി യോജിപ്പിൽ ജീവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയുന്ന ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ എത്തിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളെ ശക്തരാക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ അമ്മയുടെ മാതൃസാന്നിധ്യം സുരക്ഷിതത്വത്തിൻ്റെ ഒരു നങ്കൂരമാണ്. അമ്മയുടെ സംരക്ഷണ കവചത്തിന് കീഴിൽ ഞങ്ങൾ അഭയവും ആശ്വാസവും കണ്ടെത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മാർഗനിർദ്ദേശത്താൽ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ അനിശ്ചിത ഘട്ടങ്ങളിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന പുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ സ്വർഗസ്ഥയായ അമ്മേ, എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ നിമിഷത്തിൽ ഞാൻ അമ്മയിൽ ആശ്രയിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളെ അടിച്ചമർത്തുന്ന ഉത്കണ്ഠകളും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളും ഞങ്ങൾ അമ്മയുടെ മാതൃഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ പുത്രൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണമേ എന്ന് യാചിക്കുന്നു. പരിശുദ്ധ മാതാവേ, ദൈവത്തിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ബലഹീനതകളിലും ആവശ്യങ്ങളിലും ഞങ്ങളെ പിന്തുണയ്ക്കണമേ. അമ്മയുടെ ദൈവിക സഹായത്താൽ ഞങ്ങൾ ശക്തിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനും ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ അടിയന്തര പ്രാർത്ഥനകളിലും അനുദിന പ്രാർത്ഥനകളിലും അമ്മയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിതത്തിൻ്റെ നിഴലുകളിൽ ഞങ്ങളുടെ ചുവടുകൾ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന്. അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ വിനയത്തോടെയും നന്ദിയോടെയും ഞങ്ങളുടെ ശബ്ദമുയർത്തുന്നു. അമ്മയുടെ മാതൃഹൃദയത്തിൽ അമ്മയുടെ നിരുപാധികമായ സ്നേഹത്താൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ വലുതോ സങ്കീർണമോ ആയ എല്ലാ വെല്ലുവിളികളെയും അമ്മ ഏറ്റെടുക്കണമേ. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്ക് മുൻപ് അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേലുണ്ടാകണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സംരക്ഷണ കവചത്തിന് കീഴിൽ ഞങ്ങൾ അഭയം കണ്ടെത്തട്ടെ. ഞങ്ങളെ തടവിലിടുകയും ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ മുന്നേറുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുകയും ചെയ്യുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റണമേ. അമ്മയുടെ മൃദുലമായ കരങ്ങൾ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഓ സർവശക്തിയായ അമ്മേ, ഞങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ ഉദ്ദേശ്യങ്ങളും അഭ്യർത്ഥനകളും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ ദയയുള്ള സ്വഭാവം അറിയാവുന്നതിനാൽ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ അപേക്ഷകൾ അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിൽ ഒരു പ്രതിധ്വനിയായി കണ്ടെത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അനിശ്ചിതത്വത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും അന്ധകാരത്തിനിടയിൽ പ്രത്യാശയുടെ വിളക്കാണമ്മ.
അമ്മയുടെ സ്വർഗീയ വെളിച്ചത്താൽ നയിക്കപ്പെടുന്ന ഞങ്ങൾ ജീവിതത്തിൻ്റെ വിപത്തുകളെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അഭിമുഖീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്കെല്ലാം സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, സഹായത്തിനും അടിയന്തരാത്ഭുതത്തിനും വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും അമ്മ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവൻ്റെ മേലും അമ്മയുടെ അനുഗ്രഹവും കൃപയും അത്ഭുതവും അനുഗ്രഹവും ആന്തരിക സൗഖ്യവും ചൊരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഏറ്റവും പ്രത്യേകമായി രോഗികളിലേക്കും ദുരിതം അനുഭവിക്കുന്നവരിലേക്കും ആശ്വാസവും സാന്ത്വനവും നൽകണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ജീവിതം നഷ്ടപ്പെട്ടവരും വിലപിക്കുന്നവരുമായ മക്കളിലേക്ക് അമ്മയുടെ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ. അമ്മയുടെ ദയനീയമായ നോട്ടം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ. തകർന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കുവാൻ ആവശ്യമായ പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ മാതൃത്വപരമായ മാർഗനിർദ്ദേശത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ കുരുക്കുകൾ അഴിക്കുവാൻ കഴിവുള്ള അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരെയും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങൾ. പരിശുദ്ധാമ്മി, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിമോചനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.